നമസ്കാരം, അമൃതാണ്. സൂക്ഷ്മദർശിനി സിനിമ കണ്ട് ഞാനിതിനകത്തുള്ള കാസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഒരാളുടെ പേര് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഗംഭീര ആക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫേസിലുള്ളൊരു സംഭവമുണ്ട്, അതുപോലെ ഈ ലേഡിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഒരു ക്യാരക്ടർ ഒരു മിസ്റ്ററി നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആദ്യമേ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കോട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അതൊക്കെ അങ്ങോട്ട് പീക്കിലെത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ശരിക്കും സിനിമ കൈവിട്ട് പോകുമെന്ന് തന്നെ തോന്നിപ്പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴാണ് സിനിമയുടെ ഒരു ത്രില്ലർ എലിമെൻറ്റ്സ് എല്ലാം അങ്ങോട്ട് അൺവെയിൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് സിനിമയ്ക്ക് ഒരു പേസും ഒരു മൊമെൻറ്റും ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഗംഭീരമൊന്നും അല്ലെന്നുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, BGM ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ ബേസിൽ സിനിമകളിലുള്ള ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ ലെവലുണ്ട്. അത് നുണക്കുഴിയിലും ശരിക്കും എനിക്കത് മിസ്സായതാണ്. എന്നാൽ ഇതിനകത്ത് ബേസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നു എന്ന് തന്നെ എനിക്ക് തോന്നി. പിന്നെ മൂവി എൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് ട്വിസ്റ്റുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നുന്നു. അതായത് സിനിമാറ്റിക് ലെവലിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് എങ്ങനെ വേണോ തിരക്കഥ എഴുതാം, അത്തരത്തിലുള്ള വളരെ സാങ്കല്പികമായിട്ടുള്ളൊരു തിരക്കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എങ്കിലും ഓവറോൾ ഒരു വൺ ടൈം വാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആയിരുന്നാലും സിനിമാറ്റോഗ്രാഫി ആയിരുന്നാലും ആ സിനിമയ്ക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ആ കറക്റ്റ് മീറ്ററിൽ എല്ലാം നന്നായിട്ട് സിങ്കായിട്ട് പ്രോപ്പർലി റെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എന്നിലെ പ്രേക്ഷകനെ ഫസ്റ്റ് ഹാഫ് ഒരുപാട് നിരാശപ്പെടുത്തിയെങ്കിലും സെക്കൻഡ് ഹാഫ് ശരിക്കും അറിഞ്ഞില്ല, നല്ലൊരു കണക്റ്റ് ഉണ്ടാക്കി സിനിമയായിട്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ അഭിനയം നല്ല ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കൊമേഡിയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ബേസിലിനേക്കാളും ഹ്യൂമർ കുറച്ചും കൂടെ സിദ്ധാർത്ഥ് ഭരതൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് കുടുംബമായിട്ട് പോയിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. ഓവറോൾ ഇത്രയൊക്കെയാണ്. സിനിമ എന്നിലെ ഒരു പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. അതിന് സെക്കൻഡ് ഹാഫ് നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 IMDb മാത്രമല്ല മൂവി ബുക്കിങ്ങിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവി ബുക്കിങ്ങിലും IMDbയിലും ഞാൻ ഔട്ട് ഓഫ് 10 അറൗണ്ട് 8 റേറ്റ് ചെയ്യുന്നു. മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.